നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. നമസ്കാരം പ്രിയമുള്ളവരെ, എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഈ പവിത്രമായിരിക്കുന്ന മഹാഭാരത കഥ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലും പൂജാപുഷ്പങ്ങളായി ഞാൻ സമർപ്പിച്ചുകൊള്ളുന്നു. ഭഗവത്ഗീതയുടെ ദൈവാസുര സമ്പദ് വിഭാഗയോഗം എന്നുള്ള 16-ാം അധ്യായമാണ് നാം കഥാരൂപത്തിൽ കൂടി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവീ സമ്പത്തിൻ്റെ സവിശേഷതകൾ അദ്ദേഹം വിശദമായിട്ട് ഗീതയിൽ പറഞ്ഞു വയ്ക്കുന്നു. അതേപോലെ ആസുരീ സമ്പത്തിൻ്റെയും പ്രത്യേകതകൾ അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം ദൈവീ സമ്പത്തിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ച യജ്ഞശ്ച സ്വാധ്യായ തപ ആർജവം. അതിൽ തപസ് എന്നുള്ളതാണ് ഏതാനും ദിവസങ്ങളായിട്ട് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിനെ വെളിയിലെല്ലായിടവും പാഞ്ഞ് നടക്കാൻ അനുവദിക്കാതെ, അലഞ്ഞു നടക്കാൻ അനുവദിക്കാതെ തടഞ്ഞ് അവിടെ നിന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എപ്പോഴാണോ നയിക്കുന്നത് അപ്പോൾ നാം തപസ്സിൻ്റെ മാർഗത്തിലായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ മനോവ്യാപാരം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഭൂലോക, ഭോർലോക, സ്വർലോക, മഹർലോകാദികളിൽ കൂടി കടന്ന് നാം പരമപദം വരെ എത്തിച്ചേരുന്നു. ഇതിന് തപസ് എന്ന് പേര്. ആ തപസ് ദൈവീ സമ്പത്തുള്ളവർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് വ്യാസഭഗവാൻ മഹാഭാരതത്തിലെ വനപർവ്വത്തിലുള്ള കൈരാതം എന്ന ഉപപർവ്വത്തിൽ അർജുനനെ ഉപാധിയാക്കിക്കൊണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭഗവാൻ മഹാദേവനെ അർജുനൻ തൻ്റെ തപസ്സുകൊണ്ട് ആനന്ദിപ്പിച്ചു. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു, അർജുനനെ അനുഗ്രഹിച്ചു. അർജുനൻ്റെ അല്പമായി അവശേഷിച്ചിരുന്നതായ അഹന്തയെയും ദൂരീകരിച്ചുകൊണ്ട് അർജുനനെ പൂർണ്ണമായിട്ടും അനുഗ്രഹങ്ങൾക്ക് യോഗ്യനാക്കി തീർത്തിട്ട് അർജുനന് പാശുപതം എന്നുള്ളതായ അസ്ത്രം നൽകി. എന്ന് മാത്രമല്ല, അർജുനനുമായുണ്ടായ യുദ്ധത്തിനിടയ്ക്ക് താൻ പിടിച്ചെടുത്തതായ ഗാണ്ഡീവാദികളും അർജുനന് നൽകി. അർജുനൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന അല്പമായിട്ടുള്ള ആ ദോഷങ്ങളെയും പൂർണ്ണമായും അദ്ദേഹം ദൂരീകരിച്ച്, തൻ്റെ കരസ്പർശം ഒന്നുകൊണ്ട് തന്നെ ദൂരീകരിച്ച് അർജുനനെ സമ്പൂർണമായും അധ്യാത്മ മാർഗചാരിക്ക് വേണ്ടുന്നതായ സിദ്ധികളോട് കൂടിയവനാക്കി തീർത്തു. അത് കഴിഞ്ഞ് നീ ദേവലോകത്തിലേക്ക് പൊയ്ക്കൊള്ളൂ എന്നായിരുന്നു ഭഗവാന്റെ നിർദ്ദേശം. ഭഗവാനെ വന്ദിച്ച് ദേവലോകത്തിലേക്ക് പോകാൻ അർജുനൻ മനസ്സ് വയ്ക്കുമ്പോൾ അഷ്ടദിക്പാലകന്മാർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്നത് നാം മഹാഭാരതത്തിലെ ഈ കൈരാത പർവ്വത്തിൽ കാണുന്നുണ്ട്.
അഷ്ടദിക്പാലകന്മാർ അർജുനനിൽ സന്തോഷത്തോടു കൂടിയിട്ട് അർജുനനെ അനുഗ്രഹിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ സർവവും ആ ആളിന് വശംവദമായിരിക്കും. അതാണ് യമനും അഗ്നിയും വരുണനും ഇന്ദ്രനുമെല്ലാം അർജുനനെ അനുഗ്രഹിക്കാനായിട്ട് അർജുനൻ്റെ മുന്നിൽ അർജുനൻ പ്രത്യേകിച്ച് ആവശ്യപ്പെടാതെ തന്നെ എത്തിച്ചേർന്നത്. അവരോരോരുത്തരും അർജുനനെ അനുഗ്രഹിക്കുന്നത് നാം കാണുകയും ചെയ്തു. യമൻ അദ്ദേഹത്തിന് ദണ്ഡായുധം നൽകി, അപരാജിതമായ ദണ്ഡായുധം. ഈ ലോകത്തിൽ ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ശത്രുവായിട്ട് അർജുനനോട് ആരേറ്റുമുട്ടിയാലും അർജുനൻ ദണ്ഡായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ആരായാലും നിപതിച്ചു പോകും. അങ്ങനെയുള്ള ദണ്ഡായുധം യമധർമ്മൻ നൽകി എന്ന് മാത്രമല്ല, ഉടനെ തന്നെ വരുണൻ അർജുനനോട് പറഞ്ഞു, പാർത്ഥ ക്ഷത്രിയ മുഖ്യസ്ത്വം ക്ഷത്രധർമ്മേ വ്യവസ്ഥിത. അല്ലയോ അർജുന, നീ ക്ഷത്രിയന്മാരുടെ കൂട്ടത്തിൽ വച്ചിട്ട് വളരെയേറെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ക്ഷത്രിയന് ഉണ്ടാകേണ്ടതായ ഗുണഗണങ്ങളെല്ലാം നിന്നിൽ സമ്പൂർണമായിട്ട് ഒരുമിച്ച് ലയിച്ചു ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ക്ഷത്രിയന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുഖ്യനാണ് അർജുനൻ എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം. നിന്റെ ജീവിതകാലം മുഴുവൻ നീ ക്ഷത്രധർമ്മത്തിൽ തന്നെ ഇളക്കം കൂടാതെ ഉറച്ചും നിൽക്കുന്നു. അങ്ങനെയുള്ള നിനക്ക് ശ്രേയസ്സാണ് ലഭിക്കുക. ഞാൻ അതിനു വേണ്ടിയിട്ട് നിന്നെ ഇതാ അനുഗ്രഹിക്കുകയാണ്. പശ്യമാം പൃഥുതാമ്രാക്ഷ വരുണോസ്മി ജലേശ്വര. മനോഹരമായ കണ്ണോട് കൂടിയവനെ, അല്ലയോ അർജുന, താമ്രമായ കണ്ണുകൾ ഉള്ളവനായ നീ എന്നെ നോക്കിക്കൊള്ളുക, എന്നെ കണ്ടുകൊള്ളുക. ആരാണ് ഞാനെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഞാൻ സമുദ്രങ്ങൾക്കെല്ലാം അധിപതിയായിരിക്കുന്ന വരുണനാണ്. വരുണൻ ആയിട്ടുള്ള ഞാൻ ദിവ്യങ്ങളായ ആയുധങ്ങളുടെ ഉറവിടവുമാണ് എന്നറിയണം. മയാ സമുദ്യതാൻ പാശാൻ വാരുണാൻ അനിവാരിതാൻ. അല്ലയോ അർജുന, എന്നിൽ നിന്നിട്ട് ഉയരുന്നതായ ആയുധങ്ങൾ, വാരുണങ്ങൾ എന്ന് പേര്, അങ്ങനെയുള്ളതായ ഈ ആയുധങ്ങളുണ്ടല്ലോ, ഈ ലോകത്തിൽ ആർക്കും തടുക്കാൻ കഴിയാത്തതാണ്, അനിവാര്യതമാണ്. ആ ആയുധങ്ങളെ, വരുണപാശങ്ങളെ, അല്ലയോ അർജുന, പ്രതിഗൃഹീഷ്വ, നീ സ്വീകരിച്ചുകൊണ്ടാലും. എങ്ങനെ? സരഹസ്യം, അതേപോലെ തന്നെ നിവർത്തനം. രഹസ്യത്തോടുകൂടി എങ്ങനെയാണത് പ്രയോഗിക്കേണ്ടത് എന്നതിൻ്റെ സൂക്ഷ്മമായിരിക്കുന്ന ധർമ്മത്തോടു കൂടിയിട്ട്, അതിൻ്റെ ജ്ഞാനത്തോടു കൂടിയിട്ട്, പിന്നെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനെ നിനക്ക് പിൻവലിക്കാനുമാകും. ആ പ്രകാരത്തിൽ ഉള്ളതായ അറിവും ഞാൻ നിനക്ക് തരുന്നുണ്ട്. അതോടുകൂടിയിട്ട് അല്ലയോ അർജുന, നീ എൻ്റെ ഈ വാരുണമായിരിക്കുന്ന ശക്തിവിശേഷത്തെ നീ സ്വീകരിച്ചു കൊള്ളുക. പണ്ട് താരകൻ എന്നു പേരായ അസുരൻ ദേവലോകത്തെ ആക്രമിച്ചു. എഭിസ്തദാ മയാവീര സംഗ്രാമേ താരകാമയേ. അങ്ങനെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ അതിഘോരമായിട്ടുള്ളതായ യുദ്ധം. ദേവലോകത്തെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് താരകനിൽ നിന്നിട്ട് ദേവലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ദേവന്മാരും. അങ്ങനെ ആ തകർത്തുള്ള യുദ്ധം നടക്കുമ്പോഴേക്കും ഈ വരുണപാശങ്ങൾ ദേവന്മാരുടെ വിജയത്തിന് കാരണമായിട്ട് ദേവന്മാർക്ക് ഉപകരിച്ചു. ദൈതേയാനാം സഹസ്രാണി സമയതാനി മഹാത്മനാം. ആയിരം ദൈത്യന്മാരെ ഈ വരുണപാശം കൊണ്ട് ഞാൻ ബന്ധിച്ചു. അങ്ങനെ അവരെയെല്ലാം നിഷ്പ്രഭമാക്കി തീർത്തു. യുദ്ധവിജയത്തിന് വഴിതെളിക്കുകയും ചെയ്തു. അങ്ങനെ അസുരന്മാരെ പോലും ബന്ധിക്കാൻ, അസുരന്മാർക്ക് പോലും തടയാൻ സാധ്യമല്ലാത്ത കരുതുറ്റതായ ഈ വരുണപാശങ്ങളെ അല്ലയോ അർജുന, നീ സ്വീകരിച്ചു കൊള്ളുക. നീ വരുണപാശങ്ങൾ ആരുടെ നേരെ പ്രയോഗിച്ചാലും ആർക്കും അതിനെ തടയാനാവില്ല. നിന്നെ
ഹിംസിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൽ ഏതൊരു പ്രചണ്ഡ ശക്തി കടന്നു വന്നാലും അവർക്കാർക്കും നിന്നെ യാതൊന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് നീ ഇത് സ്വീകരിച്ചു കൊള്ളുക എന്ന് അർജുനനോട് സന്തോഷത്തോടു കൂടിയിട്ട് വരുണൻ പറയുമ്പോൾ അർജുനൻ വളരെ സന്തോഷത്തോടുകൂടി നമസ്കാരപൂർവകമായിട്ട് ആ ദിവ്യമായിരിക്കുന്ന ശക്തിവിശേഷത്തെ സ്വീകരിച്ചു. അത് കഴിഞ്ഞ ഉടൻ തന്നെ കുബേരൻ, ഉത്തരദിക്കിൽ നിന്ന് വന്നയാൾ, ധനത്തിൻ്റെ മുഴുവൻ അധിപതിയാണ് അദ്ദേഹം. അർജുനനോട് പറഞ്ഞു, തഥാ കൈലാസ നിലയോ ധനാധ്യക്ഷോ അഭ്യഭാഷത. കൈലാസത്തിൽ വസിക്കുന്നവനായിരിക്കുന്ന, കൈലാസത്തിൻ്റെ വടക്കേ ചെരുവിലാണ് അളകാപുരി, അവിടെയാണ് കുബേരൻ വസിക്കുന്നത്. പണ്ടൊരു കാലത്ത് കുബേരൻ്റെ വാസസ്ഥാനം അത് ലങ്കയായിരുന്നു. ഇപ്പോഴിതാ കുബേരൻ അവിടെ കൈലാസത്തിലാണ് താമസിക്കുന്നത്. ഭഗവാന്റെ ഭക്തനാണ്, സാക്ഷാൽ മഹാദേവന്റെ ഭക്തനാണ് കുബേരൻ. അദ്ദേഹത്തിൻ്റെ പ്രജകളായിട്ട് യക്ഷന്മാരും കിന്നരന്മാരും കിംപുരുഷന്മാരും സിദ്ധന്മാരും രാക്ഷസന്മാരും എല്ലാവരുമുണ്ട്. അങ്ങനെ അവരുടെ എല്ലാം അധിപതിയായിട്ട് അവിടെ വസിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സമ്പത്തിൻ്റെ മുഴുവൻ ഉടമയായിരിക്കുന്ന കുബേരൻ അർജുനൻ്റെ മുന്നിൽ എത്തി അർജുനനോട് പറഞ്ഞു, പ്രീതോഹം അവിതേ പ്രാജ്ഞ പാണ്ഡവേയ മഹാബല. പാണ്ഡുവിൻ്റെ പുത്രനായിരിക്കുന്ന അല്ലയോ അർജുന, നീ വളരെയേറെ അറിവുള്ളവനാണ്. അങ്ങനെയുള്ള നിന്നിൽ ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനായി കഴിഞ്ഞിരിക്കുന്നു. ഞാനും നീയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അല്ലയോ സവ്യസാചൻ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തപസ് ചെയ്തവരാണ്. കഴിഞ്ഞ ജന്മത്തിൽ നീ എന്നോടൊപ്പം അതികഠിനമായിട്ടുള്ളതായ തപസ് ചെയ്തു. ആ തപസ്സിൻ്റെ ഫലമായിട്ടാണ് അല്ലയോ അർജുന നീ ഇത്രയേറെ കരുത്തനായി തീർന്നത്. അന്ന് നീ നരമഹർഷിയായിരുന്നു. അങ്ങനെയുള്ള നിന്നെ കാണുവാനുള്ളതായ അവസരം ഇപ്പോൾ എനിക്ക് കൈവന്നിരിക്കുന്നു. അല്ലയോ അർജുന, നിനക്ക് ഞാൻ ദിവ്യമായിരിക്കുന്നതായ അസ്ത്രത്തെ പ്രദാനം ചെയ്യുകയാണ്. ആ ദിവ്യമായുള്ള അസ്ത്രം ഈ ലോകത്തിൽ ആർക്കും തടയാനാകുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. തദിതം പ്രതിഗൃഹീഷ്വ അന്തർധാനം പ്രിയം മമ. എൻ്റെ കൈവശം ഇരിക്കുന്ന, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്ന ആയുധമാണ്, ദിവ്യായുധമാണ് അന്തർധാനം എന്ന് പേരുള്ളതായി ഈ അസ്ത്രം. ഈ അന്തർധാനാസ്ത്രത്തെ അല്ലയോ അർജുന നീ സ്വീകരിച്ചു കൊള്ളുക. ഓജസ് തേജോ ദ്യുതികരം പ്രസ്വാപം അരാധിനുത്. ഈ അന്തർധാനാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നറിയോ? അത് ശത്രുക്കളുടെ നേരെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ശത്രുവിനെ സമ്പൂർണമായിട്ടും തകർത്ത് കളയും. ശത്രുക്കൾക്കൊരിക്കലും ഇതിനെ തടയാനാവില്ല. അവർ ഉറങ്ങിപ്പോകും. അവർ യുദ്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്യും. ഈ അസ്ത്രം നിന്റെ കയ്യിൽ എത്തുന്നതോടുകൂടിയിട്ട് നിന്റെ തേജസ് വർദ്ധിക്കും, നിന്റെ ഓജസ് വർദ്ധിക്കും. അതേപോലെ തന്നെ നിന്റെ പ്രഭയും വർദ്ധിക്കും. വളരെയേറെ പ്രകാശപൂർണനായി തീരും നീ. അങ്ങനെയുള്ളതായ ഈ അസ്ത്രത്തെ അല്ലയോ അർജുന നീ സ്വീകരിച്ചു കൊള്ളുക. പണ്ട് ത്രിപുരന്മാരോട് സാക്ഷാൽ മഹാദേവൻ യുദ്ധം ചെയ്യുന്നതായ ഒരു സന്ദർഭമുണ്ടായി. ത്രിപുരന്മാരെ ഭഗവാൻ സംഹരിക്കുകയും ചെയ്തു. അന്ന് ഈ അസ്ത്രം പ്രയോജനത്തിൽ വന്നതാണ് എന്ന് അറിഞ്ഞുകൊള്ളണം. അങ്ങനെയുള്ളതായ അസ്ത്രം നീ സ്വീകരിച്ചു കൊള്ളുക എന്ന് കുബേരൻ സന്തോഷത്തോടുകൂടി അർജുനനോട് പറയുമ്പോൾ കൗബേരം അധിജഗ്രാഹ ദിവ്യമസ്ത്രം മഹാബല. മഹാബലശാലിയായിരിക്കുന്ന അർജുനൻ കുബേരൻ തരുന്നതായ, കുബേരൻ ഉടമസ്ഥനായുള്ള ആ അസ്ത്രത്തെ, അന്തർധാനം എന്ന് പേരുള്ളതായ ദിവ്യാസ്ത്രത്തെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അർജുനൻ സ്വീകരിച്ചു. ഈ അവസരത്തിൽ ദേവരാട്ടായിരിക്കുന്ന ഇന്ദ്രൻ അർജുനോട് പറഞ്ഞു, തതോബ്രവീത് ദേവരാജ പാർത്ഥം അക്ലിഷ്ടകാരിണം
വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവൻ, എളുപ്പത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവൻ, അതാണ് അക്ലിഷ്ടകാരി. അത്ഭുതകരങ്ങളായിട്ടുള്ള വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് മറ്റാർക്കും തന്നെ എളുപ്പമല്ല. അതുകൊണ്ട് ക്ലേശിക്കേണ്ടി വരും. പലരും അതിൽ പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ അർജുനൻ അങ്ങനെയല്ല. മഹാകർമ്മങ്ങളൊക്കെ ചെയ്യും, വളരെ എളുപ്പത്തിൽ ചെയ്യും. അങ്ങനെയുള്ളവനായ അർജുന എന്ന് വിളിച്ചുകൊണ്ടാണ് ദേവരാജാവായ ഇന്ദ്രൻ അർജുനനെ സംബോധന ചെയ്യുന്നത്, അർജുനന് ദർശനം നൽകുന്നത്. എന്നിട്ട് സാന്ത്വയൻ ശ്ലക്ഷണയാവാച മേഘദുന്ദുഭിനിസ്വന, ഇടുമുഴക്കം പോലെ, പെരുമ്പറ മുഴക്കം പോലെ, വളരെയേറെ ഉഗ്രവും അതേസമയം ആനന്ദകരവുമായിരിക്കുന്ന ശബ്ദത്തോടു കൂടിയവനായിട്ട് അർജുനനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട്, അർജുനന് സന്തോഷം പകർന്നുകൊണ്ട് അർജുനനോട് അദ്ദേഹം പറഞ്ഞു, അല്ലയോ അർജുന, നിനക്ക് നിർവഹിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ കാര്യങ്ങൾ ഇനിയുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ളതായ ശക്തിവിശേഷങ്ങൾ നീ ഭഗവാൻ രുദ്രനെ പ്രത്യക്ഷപ്പെടുത്തി നേടിക്കഴിഞ്ഞിരിക്കുന്നു. ദേവകാര്യം തു സുമഹത് ത്വയാ കാര്യമരിന്തമ, ശത്രുക്കളെയെല്ലാം സംഹരിക്കുന്നവനെ, നിനക്ക് വലുതായിട്ടുള്ളതായ ദേവകാര്യം നിർവഹിക്കാനുണ്ട്. അതുകൊണ്ട് ആരോഢവ്യസ്ത്വയാ സ്വർഗ സജ്ജീഭവ മഹാദ്യുതേ, വലിയ കരുത്തോടുകൂടിയവനായ അർജുന, നീ തയ്യാറെടുത്തുകൊള്ളുക. ദേവലോകത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട്, ദേവന്മാർക്ക് വേണ്ടിയിട്ട് ദേവലോകത്തെ രക്ഷിക്കുക എന്നുള്ള മഹാകർമ്മം, അത് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനസികവും ശാരീരികവും ഒക്കെ ആയിട്ടുള്ള തയ്യാറെടുപ്പോടു കൂടിയിട്ട് നീ ദേവലോകത്തിലേക്ക് വരണം. അങ്ങോട്ട് പുറപ്പെടാനായിട്ട് നീ തയ്യാറായിക്കൊള്ളുക.